കേൾക്കാം വ്യക്തമായിട്ട് കേൾക്കാം. ആദ്യം തന്നെ വിൻസി ഇങ്ങനെ ഒരു ധൈര്യം കാട്ടിയതിന്, അതായത് ഈ ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ടൊരു ധീരമായ നിലപാടെടുത്തതിന് അഭിനന്ദനങ്ങൾ വിൻസി. ഒരു പ്രവണത, ഒരു മോശം പ്രവണത വെരി ഗുഡ്. സിനിമാ മേഖലയിലല്ല, ഏത് മേഖലയിലാണെങ്കിലും അത് നിർമ്മാർജ്ജനം ചെയ്യാൻ ഒരു സ്റ്റെപ്പ് ആരാദ്യം വെക്കുന്നു എന്നുള്ളത്, അതിൽ വിൻസി ഒരു പ്രധാനപ്പെട്ട ആളായി മാറിയിരിക്കുകയാണ്. വിൻസിയുടെ ഒരു പരാതി എന്നുള്ളത്, വിൻസി ഒരു പൊതുപരിപാടിയിൽ സംസാരിക്കുമ്പോൾ പറഞ്ഞ ഒരു ചെറിയ ഭാഗം കട്ട് ചെയ്തുകൊണ്ട് മുഴുവൻ എന്താ പറയാ, ഈ ലഹരി ഉപയോഗിക്കുന്നവരുമായി സിനിമയിൽ അഭിനയിക്കില്ല എന്ന് പറഞ്ഞ ഒരു ഭാഗം മാത്രം എടുത്തുകൊണ്ട് വിൻസിക്കെതിരെ ഒരു അറ്റാക്കാണ് ആദ്യം വന്നത്. അതിനുശേഷമാണല്ലോ വിൻസി ഇതിലൊരു വിശദമായ പ്രതികരണം നടത്തിയത്. അപ്പോൾ എപ്പോഴാണ് സിനിമാ സംഘടനകൾക്ക് വിൻസി പരാതി നൽകിയത്? എന്താണ് ആ പരാതിയിൽ പറയുന്നത് വിൻസി? നടനെതിരെയാണല്ലോ നടപടി ആവശ്യപ്പെടുന്നത്. കാരണം അയാളാണല്ലോ എന്നോട് മോശമായി പെരുമാറിയത്. അപ്പോൾ നടനെതിരെയാണ്. അത് എടുക്കുമ്പോൾ സംഘടനകൾ അതിനു വേണ്ടിയിട്ടുള്ള നടപടികൾ എടുക്കുമ്പോൾ ഓഫ് കോഴ്സ് അത് സിനിമ സെറ്റിൽ, ഇനി ഒരു സിനിമാ സെറ്റിലും, ഞാനില്ലാത്ത സിനിമാ സെറ്റിലും, എല്ലാ സിനിമാ സെറ്റിലും വ്യാപകമായിട്ടുള്ള ഒരു തീരുമാനത്തിലോട്ട് എത്തണം എന്നുള്ളതാണ്. ഉറപ്പായിട്ടും. വിൻസി, ഈ സിനിമ ഷൂട്ടിംഗ് എപ്പോഴായിരുന്നു എന്നൊന്ന് പറയാമോ? കാരണം വിൻസി ആഗ്രഹിച്ചാലും ഇല്ലെങ്കിലും അത് ഏത് സിനിമയുടെ ആയിരുന്നു, ഏത് സ്ഥലത്ത് വെച്ചായിരുന്നു എന്നുള്ള വിവരങ്ങളൊക്കെ ഇതിനകം പുറത്തു വന്നു കഴിഞ്ഞു. വിൻസി അത് രഹസ്യമായി സൂക്ഷിക്കാൻ ഉദ്ദേശിച്ചിരുന്നാലും പക്ഷെ ആ വിവരം പുറത്തു വന്നു കഴിഞ്ഞു. അപ്പൊ പിന്നെ എന്തിനാണ് ഞാൻ അതിനെ പറ്റി പരാമർശിക്കുന്നത്? നിങ്ങൾക്ക് എല്ലാം അറിവ് കിട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞാൻ വീണ്ടും ഞാനായിട്ടത് പറയില്ല. അല്ല, അതല്ല വിൻസി പറയണ്ട, ഞാൻ ചോദിക്കുന്നതല്ല. പാറു, മോള് റെഡി ആയില്ലേ? ഒരു 100 പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ പപ്പ എന്നുള്ള വിളി വേണ്ടാന്ന്. നീ എന്നെ പേര് പറഞ്ഞ് വിളിക്കാൻ തന്നെ നാട്ടുകാർ വരുന്നുള്ളൂ. എന്നെ നീ അച്ഛാന്ന് വിളിച്ചാ മതി. മോൾ അമ്മേനെ വേണമെങ്കിൽ മമ്മീന്നോ ഡെമ്മിന്നോ വിളിച്ചോ, അതവർക്ക് ചേരും. എത്ര സമയം മുൻപായിരുന്നു ഈ സംഭവം എന്നുള്ളതും അത് ഒന്നുകൂടി വിശദീകരിക്കുമോ? എത്ര ദിവസം വിൻസിക്ക് ആ ഷൂട്ട് ഉണ്ടായിരുന്നു? ഈ ദുരനുഭവം വെച്ചുകൊണ്ട് പറഞ്ഞ ഞാനത് വിശദീകരിക്കില്ല. ഞാൻ ആ സിനിമയുടെ എപ്പോഴാണത് തുടങ്ങിയെന്നും എപ്പോഴാണത് അവസാനിച്ചെന്നും, അത് റിലീസായ സിനിമയാണോ, റിലീസാവാൻ ഇരിക്കുന്ന സിനിമയാണോ, അതോ ഷൂട്ടിംഗ് പകുതിക്ക് വെച്ച് മുടങ്ങിപ്പോയോ, ഒന്നും ഞാൻ പറയാൻ പോകുന്നില്ല. ആ സിനിമയുടെ അഭിനയം പൂർണ്ണമാക്കാൻ പറ്റിയിരുന്നു അല്ലേ? അതായത് പിന്നീട് സംവിധായകൻ സഹായിച്ചു, അയാളെ പറഞ്ഞു മനസ്സിലാക്കി സഹായിച്ചിട്ടുണ്ട്. യെസ്, സഹായിച്ചിട്ടുണ്ട് ഒത്തിരി. അത് കർക്കശമായി പറയുകയും ഇത്തരത്തിലുള്ള സാധനങ്ങൾ അയാളോട് ഉപയോഗിക്കരുതെന്നും മാന്യമായി പെരുമാറണമെന്നും വായിലെ നാവ് സൂക്ഷിക്കണമെന്നും ഡയറക്ടറും ഞാനും കൂടെ പറഞ്ഞിട്ടുണ്ട്. അത് അവിടെ വിൻസിക്ക് മാത്രമാണോ ദുരനുഭവം ഉണ്ടായതോ ബാക്കിയുള്ളവർക്കും ഉണ്ടായിട്ടുണ്ടോ? സിനിമയിൽ ഉണ്ടായിട്ടുണ്ട്. ഉപയോഗിച്ചു കഴിഞ്ഞാൽ വളരെ നിലത്ത് പോലും നിൽക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു തരത്തിലുള്ള ഒരു പെരുമാറ്റ രീതിയും, പിന്നെ എന്തുകൊണ്ടാണ് ഇതിങ്ങനെ സംഭവിക്കുന്നത്, ഓരോ സ്ത്രീകളോടും മോശമായിട്ടുള്ള രീതിയിലുള്ള കമൻസും സ്റ്റേറ്റ്മെൻറ്റ്സുമാണ് അദ്ദേഹം പറയുന്നത്. എന്നോടും അതുപോലെ എൻ്റെ അറിവിൽ ഒരു സഹപ്രവർത്തകയ്ക്കുമാണ് ഇങ്ങനൊരു ഇത് വന്നിട്ടുള്ളത്. ഇവിടെ ആരുമില്ലല്ലോ. പുരുഷനോട് ഉപമിച്ച ഹലോ, സുപ്രഭാതം. എന്താ ഇത്? കണ്ടില്ലേ? മലമ്പനി, എലിപ്പനി, ഡെങ്കിപ്പനി, മന്ത്, പ്ലാഗ് മുതലായ മാരക രോഗങ്ങളെ മൊത്തമായും ചില്ലറയായും വിതരണം നടത്തുന്ന സകല വെറൈറ്റി കൊതുകളെയും ഈ ഭൂലോകത്ത് നിന്ന് തന്നെ തുടച്ചു മാറ്റാൻ സർക്കാർ നടത്തുന്ന തീവ്രയജ്ഞ പരിപാടിയുടെ ഭാഗമായിട്ട് എത്തിയതാണ് ഞാൻ. എന്റെ പേര് തങ്കക്കുട്ട. ഐ ആം കമ്മിങ് ഫ്രം മുനിസിപ്പാലിറ്റി. എന്നാലേ പാട്ടും പാടി നിൽക്കാതെ ജോലി കഴിഞ്ഞ് പോകാൻ നോക്ക്. വിൻസി, ആ കാര്യം ഈ പരാതി പറയുമ്പോൾ അവരുടെ കൂടി പേര് പറയുന്നുണ്ടോ, അല്ലെങ്കിൽ അവരും വിൻസിക്കൊപ്പം ഇക്കാര്യത്തിൽ കൂടെ നിൽക്കുന്നുണ്ടോ ഈ പരാതിപ്പെടുന്ന സമയത്ത്? ഭയങ്കര എനിക്ക് പറഞ്ഞത് വെച്ചിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ആ ബുദ്ധിമുട്ട് മനസ്സിലടക്കിക്കൊണ്ട് ആ കുട്ടി ഇരുന്നു എന്നുള്ളതാണ്. ആ കുട്ടി ന്യൂ ആണ്, ഇൻടു സിനിമ വെരി ന്യൂ ആണ്. അപ്പം അതുകൊണ്ട് നമ്മൾ എന്തെങ്കിലും പരാതിപ്പെട്ടാൽ അത് സിനിമയെ ബാധിക്കില്ലേ എന്നുള്ളത് കൊണ്ട് മാത്രം മിണ്ടാതിരുന്നു. പക്ഷേ ഇപ്പം തുറന്നു പറയാൻ, ഇപ്പം എല്ലാവരും ചോദിക്കുമ്പോൾ തുറന്നു പറയാനുള്ള ധൈര്യമുണ്ട് എന്ന് തന്നെയാണ് ആ കുട്ടി പറയുന്നത്. പക്ഷെ കുട്ടിയുടെ പേര് ഞാൻ പേരൊന്നും പറയണ്ട. ഞാൻ ചോദിക്കുന്ന പരാതിയിൽ വിൻസിക്കൊപ്പം പരാതിയിൽ കക്ഷി ചേരാൻ അവർ തയ്യാറായിട്ടുണ്ടോ എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്.
എനിക്കറിയില്ല, പരാതി എൻ്റെ സ്വന്തമായിരുന്നു. അപ്പം അതിൽ ആ കുട്ടി ഇങ്ങനെ പറഞ്ഞിരുന്നു, ആ കുട്ടിക്ക് ഉണ്ടായ അനുഭവത്തെപ്പറ്റി ഞാൻ പരാമർശിക്കുന്നുണ്ട്. കൂടാതെ കുട്ടി എന്നോട് സംസാരിച്ചതിൻ്റെ ഒരു ചെറിയൊരു കാര്യം കൂടെ പരാതിയിൽ ഞാൻ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. നോക്കൂ, ഇത് വളരെ പ്രധാനപ്പെട്ട ഗൗരവത്തിലുള്ള വിഷയമാണ് വിൻസി. കാരണം നേരത്തെയും സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട ലഹരി സെറ്റുകളിൽ എത്തുന്നു എന്ന വിഷയത്തിൽ പരാതി വന്നിട്ടുള്ളതാണ്. അന്ന് പോലീസ് ഒരു സംഘം രൂപീകരിച്ച് അന്വേഷണ സംഘം രൂപീകരിച്ച് അന്വേഷിച്ചു. അതിൽ ജയിലിൽ പോയ ആളാണ് ഈ പറയുന്ന ഷൈൻ ടോം ചാക്കോ. പിന്നീട് പുറത്തിറങ്ങിയതാണ്. പക്ഷേ കഴിഞ്ഞ ദിവസം കോടതി ആ കേസ് പരിഗണിച്ചുകൊണ്ട് വളരെ ശക്തമായ ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പോലീസിന് ഇതിൽ വീഴ്ച വന്നിരിക്കുന്നു, ഈ ഷൈൻ ടോം ചാക്കോയ്ക്ക് ഈ കേസിൽ നിന്ന് ഊരിപ്പോകാൻ പറ്റുന്ന രൂപത്തിലാണ് ആ കേസ് ഫ്രെയിം ചെയ്തത്. പോലീസിന് വിമർശനം വന്നൊരു സംഭവം കൂടി ഉണ്ടായിട്ടുണ്ട്. അതിനുശേഷമാണ് ഇയാളിൽ നിന്നും സമാനമായ സംഭവങ്ങൾ ആവർത്തിക്കുന്നത്. അപ്പോൾ ഒരു തവണ ശിക്ഷ കിട്ടി ജയിലിൽ കിടന്ന് എത്ര ദിവസമാണെങ്കിലും കുറച്ച് ദിവസം അവിടെ കിടന്നിട്ടുണ്ട്. അതിൽ നിന്നൊരു പാഠം പഠിച്ചിട്ടില്ല. വീണ്ടും അതേ വഴിക്ക് തന്നെ ഇയാൾ പോകുന്നു എന്നൊരു സംഭവം കൂടി ഉണ്ട്. അതേക്കുറിച്ച് വിൻസിക്ക് എന്തെങ്കിലും കമന്റ് ചെയ്യാനുണ്ടോ? എനിക്കൊന്നും കമന്റ് ചെയ്യാനുള്ളത് ഷൈൻ ടോം ചാക്കയുടെ കാര്യമില്ല. എനിക്കൊന്നും കമന്റ് ചെയ്യാനില്ല. ഒരാളിൽ നിന്ന് മാത്രമാണോ ഈ രൂപത്തിൽ സിനിമാ മേഖലയിൽ നിന്ന് അനുഭവം ഉണ്ടായിട്ടുള്ളത്? ഒരാൾ മാത്രമല്ല, വേറെയും പലരുമായി ബന്ധപ്പെട്ടും ഇപ്പോൾ മയക്കുമരുന്ന് ഉപയോഗം അല്ലെങ്കിൽ മയക്കുമരുന്ന് ഇന്ന നടന്മാർക്ക് എത്തിക്കുന്നു എന്ന് കഴിഞ്ഞ ദിവസം പിടിയിലായ ചില പ്രതികളിൽ നിന്ന് വിവരമൊക്കെ ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ വിൻസിയെ സംബന്ധിച്ച് ഈ ഒരാളിൽ നിന്ന് മാത്രമാണോ ഇത്തരം അനുഭവം ഉണ്ടായിട്ടുള്ളത്? ഞാൻ പോയിട്ട് നിങ്ങൾ അത് ഉപയോഗിക്കുക എന്താണതാണ്, അതിനൊന്നും ഞാൻ നിൽക്കുന്നില്ല. അത് ഉപയോഗിച്ച് തീർച്ചയായും ഈ ലഹരി ഉപയോഗിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് അയാളുടെ കൺട്രോളിലല്ല. അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ വിൻസിക്കും ഈ അനുഭവം ഉണ്ടായിട്ടുള്ളത്. ഈ തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഈ